ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ആലപ്പി വ്ളോഗിൻ്റെ സെക്കൻഡ് പാർട്ട് ഇവിടെ തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള പാട്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഈ കാണുന്ന പുള്ളിക്കാരനാണ് വൈഷ്ണവ്. അദ്ദേഹമാണ് ഞങ്ങൾക്ക് അവിടെ ഉള്ള സംഭവങ്ങളൊക്കെ തന്നെ കാണിച്ചു തന്നത്, റൂമിനെ കുറിച്ചിട്ടും അതുപോലെ ഫുഡ് ഒക്കെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുന്നതിൻ്റെ 5 മിനിറ്റ് മുന്നേ പറഞ്ഞു കഴിഞ്ഞാൽ ലഞ്ച് കൊണ്ടുവന്ന് വെക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ട് നമ്മളിങ്ങനെ ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. പക്ഷേ നന്നെ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചുകൊണ്ട് നോക്ക് വേഗം റൂമിലേക്ക് എത്തണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാനൊന്നും നിന്നില്ല, നേരെ അവിടെ എത്തുകയാണ് ചെയ്തത്. അപ്പോൾ പിന്നെ എല്ലാവരും പറഞ്ഞു കുളിയും ഇതൊക്കെ കഴിഞ്ഞൊന്ന് ഫ്രഷ് ആയിട്ട് ഫുഡിന് പറയാം, നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഞങ്ങളിതിൻ്റെ ഫ്രണ്ട് വ്യൂ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളിതിൻ്റെ ഫ്രണ്ടിലേക്കൊക്കെ ഒന്ന് പോയി. അപ്പോൾ ഈ കാണുന്നതാണ് ഫ്രണ്ട് വ്യൂ. നമുക്ക് ലേക്ക് വ്യൂ കിട്ടുന്ന റൂം തന്നെയാണ് അവർ സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നത്. നമ്മളതിൻ്റെ മുകളിലത്തെ റൂമിലാണ് നമ്മളുള്ളത്. ഫുഡ് കഴിച്ചിട്ടില്ല ഞങ്ങളിപ്പോൾ. ഞങ്ങൾ ലഞ്ച് കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു, പക്ഷേ കഴിച്ചിട്ടില്ല. അപ്പോൾ എന്താ ചെയ്യണം, നമ്മളൊന്ന് കുളിച്ച് ഫ്രഷായി ഫുഡ് കഴിച്ചതിന് ശേഷം പോവാം അല്ലേ? അതല്ല നല്ലത്. ഫുഡ് ഇവിടെ അടുത്ത് നമുക്ക് ഇവിടെ ഇൻഹൗസ് റെസ്റ്റോറൻറ്റ് ഇല്ല, സ്വിഗ്ഗി ആൻഡ് സൊമാറ്റോ നമ്മൾ അലോ ചെയ്യുന്നുണ്ട്. അപ്പം അത് എല്ലാ ആലപ്പുഴയിലുള്ള എല്ലാ റെസ്റ്റോറൻറ്റ്സും ഇവിടെ അവൈലബിൾ ആണ്, ഈ ലൊക്കേഷനിൽ അവൈലബിൾ ആണ്. ഫുഡ് എത്തുന്നതിന് തൊട്ട് മുമ്പ് ഒന്ന് വിളിച്ച് അറിയിച്ചാൽ മതി, ഞങ്ങൾ പ്ലേറ്റ്സ് ആൻഡ് കട്ട്ലറീസ് പ്രൊവൈഡ് ചെയ്യാം. എന്താ ചെയ്യേണ്ടത്? എല്ലാ ടൈപ്പ് ഫുഡ് അവൈലബിൾ ആണ് സാർ. അപ്പോൾ അദ്ദേഹം അവിടെ അടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു, ബീച്ചിലേക്ക് പോകണ ആ ഒരു സൈഡിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പിന്നെ അങ്ങനെ അപ്പോൾ വന്ന് ഇത്രയും യാത്ര ചെയ്ത് ക്ഷീണിച്ചല്ല, അപ്പോൾ ഇനിയും പുറത്ത് പോയി കഴിക്കണ്ട എന്നുള്ളതുകൊണ്ട് ഞങ്ങളങ്ങനെ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്തിട്ട് അവിടെ ഇരുന്ന് കഴിക്കാമെന്നുള്ള പ്ലാനിലാണ് ഇരുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് പോയി. അപ്പോൾ ഈ ഒരു സൈഡിൽ കൂടെയാണ് റൂമൊക്കെ കയറുന്നത്. ഇവിടെ അപ്സ്റ്റെയർ കയറിയിട്ട് വേണം നമ്മളെ റൂമിൽ എത്താനായിട്ട്. അപ്പോൾ താഴെയുള്ള 2 റൂമിലും ആളുകളുണ്ടായിരുന്നു. മേലെയുള്ള 2 റൂമാണ് നമുക്ക് വേണ്ടിയിട്ട് അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അതായത് മുന്നേയും ഇപ്പോഴാണ് ഒരു റൂമിൽ കിടന്നത്, മറ്റേ റൂമിൽ ഞാൻ, അന്നു, ഉമ്മ, മേമ ഇങ്ങനെയാണ് ഞങ്ങൾ കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ അപ്സ്റ്റെയർ കയറി ചെല്ലുമ്പോൾ കാണുന്നത് നമുക്ക് ഈ ഒരു കായലിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ്. കണ്ടില്ല, നല്ല അടിപൊളി വ്യൂ ആണ്, നല്ല തണുത്ത കാറ്റും. എന്താ പറയുക, ഇപ്പോഴും ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വോയിസ് കൊടുക്കുമ്പോഴും എനിക്ക് ആ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യണം ഈ ഒരു വീഡിയോ കാണുമ്പോൾ. ഓക്കെ, അപ്പോൾ ഫുഡൊക്കെ പുള്ളിക്കാരൻ മേടിച്ചിട്ട് സ്വിഗ്ഗിയിൽ നിന്ന് ഓർഡർ ചെയ്ത് തരാമെന്ന് പറഞ്ഞാലേ നമുക്ക് തന്നെ ഓർഡർ ചെയ്യാം സ്വിഗ്ഗിയിൽ. അപ്പോൾ ഞങ്ങളങ്ങനെ ഒരു നാടൻ ഫുഡ് മതി എന്നാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ അത് നമ്മൾ ഈ ഹൗസ് ബോട്ട് വരുന്ന ഈ ഒരു സൈഡിലാണ് ഇവിടെ വള്ളക്കളീൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് വരുന്നത്. പിന്നെ നമ്മൾ നമ്മൾ വണ്ടി ഇറങ്ങിയ ആ ഒരു ഭാഗത്തായിട്ടാണ് ഫിനിഷിംഗ് പോയിന്റ് വരുന്നത് എന്നാണ് നമുക്ക് അറിയാനായിട്ട് കഴിഞ്ഞത്. അപ്പോൾ എന്തായാലും ഭയങ്കര ഒരു വ്യൂ ആണ് ഇവിടെ നിന്നുള്ളത്. അപ്പോൾ അതാ നമുക്ക് അവിടെ 2 റൂംസാണ് അവർ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മൊത്തം 7 പേരല്ലേ, 5 ആളും 2 കുട്ടികളും, 5 അഡൾട്ട്സ് 2 കുട്ടികളും. അപ്പോൾ നമുക്ക് ഈ മുകളിലത്തെ ബാൽക്കണി റൂമുകളാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുത്തെ വ്യൂ ഒക്കെ തന്നെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് റൂമിൻ്റെ ഇതൊന്ന് കാണാം. നല്ല വിശാലമായ ബെഡ്, AC ഉണ്ട്, അല്ലേ, TV ഉണ്ട്, നല്ല സെറ്റ് ബെഡാണ്. അപ്പോൾ ഈ ഭാഗത്താണ് വാഷ്റൂമായിട്ട് വരുന്നത്. അവിടെ ഡ്രോയേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു റൂമിൻ്റെ സെറ്റപ്പ്. ഇവിടെ ബാത്റൂമിലാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫ്രീ വൈഫൈ അവൈലബിൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ആക്സസ് ചെയ്യാനൊക്കെ തന്നെ എളുപ്പമായിരുന്നു. നെറ്റിൻ്റെ റേഞ്ചിൻ്റെ ഒക്കെ ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വൈഫൈൻ്റെ പാസ്വേഡും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ കുപ്പി ബോട്ടിൽ എപ്പോഴും അവിടെ അവൈലബിൾ ആയിരുന്നു. അതിന് പ്രത്യേകിച്ച് പേയ്മെൻ്റ് ഒന്നും തന്നെ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാണ് ബാൽക്കണീൻ്റെ ഒരു വ്യൂ. ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കുകയും കായൽ കാണുകയൊക്കെ തന്നെ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ അവിടെ ഫാനൊക്കെ ഉണ്ടായിട്ട് പിന്നെ മുകളിൽ ഇവിടെ അങ്ങനെ ഒരു കൂടാരം പോലെ സംഭവമുണ്ട്. ഇവിടെയാണ് നമുക്ക് ലഞ്ച് സെറ്റപ്പാക്കി തരാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ കിച്ചണില്ല, പക്ഷേ ഒരു ഫുഡ് നമുക്ക് ഇവിടെ ഓർഡർ ചെയ്ത് തന്നാലും ഇവിടെ എത്തിക്കുന്ന ആ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ റൂമിലൂടെ കാണാം. ഈ റൂം ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ ഒരു സെറ്റപ്പ് ആ ഒരു റൂമിൻ്റെ പോലെ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇതുപോലെ ഉണ്ട് ടോയ്ലറ്റ്, ഫുള്ള് സെറ്റാണ്, നല്ല ക്ലീനാണ്. നമുക്ക് വേണ്ടി നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട്. സാധാരണ നമുക്ക് വാഷ്റൂമൊക്കെയാണ് ഒരു പേടിയുള്ളത് എവിടെയൊക്കെ വരുമ്പോൾ. ഇവിടെ ഫുള്ള് സെറ്റാണ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ആളെ നമ്മൾ കണ്ടിട്ടില്ല. നമ്മളിപ്പോൾ വന്നപ്പോൾ ഉള്ള ഇവിടെ വൈഷ്ണവ് അദ്ദേഹത്തിൻ്റെ പേര് തോന്നുന്നു, അദ്ദേഹത്തിനെയാണ് കണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഓണർ മനു ജോസഫ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിനെ കണ്ടില്ല, അദ്ദേഹത്തിനെ വിളിച്ചിട്ടാണ് ഞാൻ
ബുക്ക് ചെയ്തതും കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ എന്തായാലും പുള്ളിക്കാരൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഉൾപ്പെടുത്താം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ റൂമിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് ഫ്രഷ് ആവട്ടെ, ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഫ്രഷ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് കാണാം. അപ്പോൾ അതാ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി. എല്ലാവരും കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി ഫുഡ് വന്നിട്ടുണ്ട്. ഫുഡ് ഇവിടെ ശരിക്കും നമ്മളടുത്തൊരു കഴിച്ചിട്ട് വരാനാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ വന്ന് എവിടെയൊന്നും നിർത്താൻ പറ്റാത്തൊരു സാഹചര്യമായിട്ട് അങ്ങനെ പോകുന്നു. പക്ഷെ ഇവിടെ എത്തിയപ്പം പിന്നെ ഒരു ഫുഡ് ഓർഡർ ചെയ്ത് ഇവിടെ എത്തിക്കുകയാണ് ചെയ്തത്. നമ്മൾ മീൽസാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്, ഫിഷ് കറിയും ഫ്രൈയും ഒക്കെ ഉള്ള. ഇതാണ് ചിലങ്ക ലൈക്ക് വ്യൂ റിസോർട്ട്. ഇതിൻ്റെ ഫ്രണ്ട് ഏരിയ. ഇവിടെയാണ് നമ്മുടെ വള്ളംകളിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറഞ്ഞത്. ആ കാണുന്ന അവിടെ ആണ് നമ്മളെ റിസോർട്ട് ഇരിക്കുന്നത്. ഇവിടെ ഒരുപാട് റൂംസും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ട് ഏജ് ആണ് ഈ കാണുന്നത്. ഏതാ നമ്മളിതിൻ്റെ മുകളിൽ കയറുകയാണ്. എല്ലാവരും ആദ്യം ഇവിടെ കഴിക്കണില്ലേ? ആദ്യം മാത്രം ഇവിടെ കുളിച്ചിട്ടില്ല കേട്ടോ. ഞങ്ങളെല്ലാരും കുളിച്ചു. അപ്പി കുട്ടിയാണോ അവനെ? കുളിച്ചിട്ടില്ലല്ലോ. പപ്പടം ഡെലിവറിയിൽ ഉണ്ടാവൂലോ, പൊടിഞ്ഞിട്ടേക്കാറ്. ഇതിൽ എന്തൊക്കെ ഉണ്ട്? ഇതിലൊരു ക്യാബേജ് ഉപ്പേരി ഉണ്ട്, അവിയലുണ്ട്. ഈ സംഭവം എന്താ? ഈ വൈറ്റിന് അതിനെന്താ പറയാ? ചമ്മന്തി ആണോ അത്? അത് ചമ്മന്തി തോന്നുന്നു. ചമ്മന്തി ഉണ്ട്. നല്ല ഫിഷ് കറി ഉണ്ട്. നന്മയുടെ ഫിഷ് അടി തരണോ ഗൈസ്? തിന്നാനും അതിനപ്പുറമുള്ള ഫിഷ് കഷ്ണമുള്ളത്. നല്ല മീൻ മുളകിട്ട കറി കേട്ടോ, അടിപൊളിയാണ്. പിന്നെ ഒരു മോര് കറി ഉണ്ട്. പിന്നെ ഇത് രസമാണ് തോന്നുന്നു അല്ലേ? ഇത് രസമാണ്. ഇത്രയും സംഭവങ്ങൾ. നല്ല ഫുഡ്, നല്ല ചൂടുള്ള ചോറാട്ടോ. നമുക്കിങ്ങനെ കായൽക്കരയിൽ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കാം. നഷ്ടായില്ലേ അത്? അവള് വിളിച്ചു. എപ്പോ എന്നെ പറഞ്ഞു മോളോ? മെസ്സേജ് അയച്ചു. ഞാൻ ഇത് വിട്ടീനോ ഇന്ത്യക്ക് വന്നപ്പോഴാണെങ്കിൽ നിഷ കുളു മനാലൊക്കെ കറങ്ങി വന്നുകൊണ്ട് ഓക്ക് ആലപ്പുഴ ഇടവ മിസ്സായി. പാഞ്ഞ ടൈമിൽ ഞാൻ ഉണ്ടാക്കും. അവള് ഈ 16-ാം തീയതി മൈസൂർ പോവാണ്. മനു 20-ാം തീയതി ഖത്തർ പോകും. പിന്നെ അവളെ വെക്കേഷനൊക്കെ കിട്ടുള്ളൂ. മോര് കറി എങ്ങനെ ഉണ്ടാവും? മോര് കറി രസമുണ്ടോ? ഞാനത് പറഞ്ഞു കുട്ടി അത് പറഞ്ഞ ചോറുങ്ങനെ മീനാണ് ഇത് മീനാ? അല്ല മീനിന്റെ പോലെ കവറി. ഇതാണ് ഒഴിക്കതേ. അങ്ങോട്ട് വേണോ? മുന്നൊക്കെ മന്തി അല്ലാത്തോണ്ട് ഫുഡ് ഇറങ്ങണില്ല ഗൈസ്. കണ്ടില്ലോ അവന്റെ ചേലും പോലും. എത്രങ്ങാനും ചോറിലേത്. ഞാനിത് ഫുള്ള് കഴിച്ചു. അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് സുഖമായി സ്വസ്ഥായി. 2:30 മണി കഴിഞ്ഞു. കുറച്ചു നേരം ഒന്ന് കിടക്കണം. ഇപ്പൊ ഇവിടെ ഇവരുടെ ഒരു ബോട്ടുണ്ട്, ചിലങ്കന്റെ തന്നെ. അപ്പൊ അതിൽ കുറച്ചു നേരം ഒന്ന് കയറി ഇരുന്ന് നോക്കട്ടെ കേട്ടോ. നിങ്ങൾ ഇറക്കി വെച്ചത് കുട്ടീനെ എപ്പ അങ്ങോട്ട് വെച്ചു? അങ്ങോട്ട് കയറിക്കോളി. ഇങ്ങനെ തന്നെ പോവുക. ശരി, നിങ്ങൾ പേടിച്ചിട്ടാണ് വന്നിങ്ങനെ. അതിൽ ഇരുന്നോളി. നല്ല രസമാണ്, നല്ല കാറ്റ്, നല്ല തണുപ്പുണ്ട്. അങ്ങോട്ടാടാ പോണേ? ആ ഓളങ്ങോട്ട് വലിക്കല്ലേ.
അവനോട് ഓട്ടിട്ട് അതാണ് പോയിട്ട് അറിയോ ഇതോടെ കെട്ടിയെടുക്കണം അതിലും പോവില്ല മുന്നേടെ. അപ്പോൾ ഓക്കെ ഒരു കുറച്ച് പേര് ഇതിങ്ങനെ റൈഡ് ചെയ്തുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഞാനും മേമയും കുറച്ച് നേരം റൂമിൽ പോയിട്ട് ഇങ്ങനെ കിടന്നു. നല്ല സുഖമായിരുന്നു, വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ കിടക്കാനായിട്ട്. അപ്പോൾ നമുക്ക് 4 മണിക്ക് ശിക്കാര വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അസറസ്കരിച്ചിട്ട് ഇറങ്ങാമെന്നുള്ള ഇതുള്ളതുകൊണ്ട് 4:15-ലാണ് ശിക്കാര വന്നത്. അപ്പോൾ അതിലൊരു 3 മണിക്കൂറാണ് ശിക്കാര റൈഡ് നമുക്ക് ഈ ഒരു പാക്കേജിൽ തന്നെ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. ശിക്കാര റൈഡ് അതിന് നമ്മൾ പ്രത്യേകിച്ച് വേറെ പേയ്മെൻറ്റ് കൊടുത്തിട്ടില്ല. ഈ ഒരു പാക്കേജിൽ, അതായത് ഈ റൂമിൻ്റെ റെൻറ്റിൻ്റെയും ഇതിൻ്റെയൊക്കെ പാക്കേജിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണത്. അപ്പോൾ അതാ നമ്മുടെ ശിക്കാരയായിട്ട് നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആളെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഹാദിനെ അപ്പോഴത്തേക്കും കുളിപ്പിച്ചൊക്കെ നിർത്തി ഞങ്ങൾ അസറ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇതിൽ കയറിയത്. പിന്നെ എന്തായാലും തിരിച്ചു വരുമ്പോൾ മരുവ് വാങ്ങ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. 7 മണിയാവും എന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യമൊക്കെ എല്ലാവരും ഞങ്ങളിങ്ങനെ പോവുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെ ചോദിച്ചാൽ എന്തിനും 3 മണിക്കൂറൊക്കെ എന്തിനാണ് അതിലിങ്ങനെ പോകണം, വെറുതെ വെള്ളം കാണാമെന്ന്. പക്ഷേ ശരിക്ക് ഞങ്ങൾക്ക് അവർ 3 മണിക്കൂർ മതിയായില്ല എന്ന് വേണം പറയാനായിട്ട്. കാരണം നമ്മൾ കുറേ സ്ഥലങ്ങൾ ഇതിനിടയിൽ കാണാനായിട്ട് പോകുന്നുണ്ട്. കുറേ പാടങ്ങളും പിന്നെ ഫിലിം ഷൂട്ട് ചെയ്ത കുറേ ഏരിയാസും സംഭവങ്ങളൊക്കെ നമ്മളിതിൽ കാണാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര എന്താ പറയുക, നമുക്ക് ഈ ഒരു റൈഡിൽ മറക്കാൻ പറ്റാത്ത, അതായത് ട്രിപ്പിൽ മറക്കാൻ പറ്റാത്ത ഒന്നെന്ന് പറയുന്നത് ഈ ഒരു ശിക്കാര റൈഡ് തന്നെയായിരുന്നു. അത് അടിപൊളിയായിരുന്നു. പിന്നെ ഈ ശിക്കാര എന്ന് പറഞ്ഞാൽ ഫുൾ സെറ്റപ്പ് ആയിരുന്നു കേട്ടോ. ബെഡും ദീവാനി സെറ്റും അതുപോലെ തന്നെ ഒരുപാട് ഇപ്പോൾ നമ്മളാ കണ്ട രീതിയിലുള്ള മോളേൻ്റെ ചെയേഴ്സൊക്കെ ഉള്ള എല്ലാ സംഭവങ്ങളും സെറ്റപ്പ് ഉള്ള ഒരു ശിക്കാര തന്നെയായിരുന്നു അത്. പിന്നെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് നമുക്ക് പാട്ടിടുകയും ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ എന്തായാലും നല്ല എന്താ പറയുക, എപ്പോഴും ഇങ്ങനെ കാറ്റ് വീശി നമുക്കിങ്ങനെ നല്ല കായൽപ്പരപ്പിൻ്റെ ഓളങ്ങളിൽ ഇങ്ങനെ നീന്തി തുടിക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു നല്ലൊരു ഫീൽ തന്നെയായിരുന്നു അത്. ഇങ്ങനെ ഒരുപാട് ബോട്ടുകൾ, പല വിധത്തിലുള്ള ഹൗസ് ബോട്ടുകൾ തലങ്ങും വിലങ്ങും ഇങ്ങനെ പായുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്തായാലും ആദ്യത്തെ അനുഭവമായിരുന്നു. ഞങ്ങളെന്തായാലും ഭയങ്കരമായിട്ട് അത് എൻജോയ് ചെയ്തു. നിങ്ങൾക്ക് ഇനി ഈ വീഡിയോ തുടർന്ന് കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം ഭയങ്കര രസമാണിതെന്ന്. ഈ കാണുന്നതാണ് നമ്മുടെ റിസോർട്ട്. അങ്ങനെ നല്ല ലേക്ക് വ്യൂ ആണ്, ഉണ്ടല്ലേ, സൂപ്പറാണ്, നല്ല കാറ്റ്. ഇതാണ് നമ്മുടെ റിസോർട്ട്. അതിൻ്റെ മുകളിൽ ഇരുന്നിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചത് ഈ സ്ഥലത്ത്. എൻ്റെ പൊന്നാറ ആദ്യം ഒന്ന് ഇതൊക്കെ ഒന്ന് ആസ്വദിക്കുന്നിട്ടാണ് മീൻ പിടിക്കുകയെ. ഞങ്ങളെ സിനിമാ നടി നോക്കൂ, സുന്ദരി. എന്താണ് പ്രശ്നം? എന്താ മീൻ പിടിക്കാം, നമ്മള് ആ കാക്ക പിടിച്ചു തരും, കുറച്ച് കഴിയട്ടോ. ആ പിടിച്ചോണ്ടി, ആ കാക്ക പിടിക്കല് പിടിച്ചോ.
ചളിയാണ് അവിടെ സഹിക്കാൻ വയ്യാത്ത. ആ പുള്ളിപ്പുലികളോ ആട്ടുമുട്ടികളോ ആ ഇങ്ങനത്തെ കൊറേ ഏരിയ ഉണ്ടാവുമായിരിക്കും. മാങ്ങ നോക്കൂ ഗായ്സ്. അയ്യോ കാണാത്ത ലോകം നാമണയും ആഴങ്ങൾ തീരാതി കടൽ പോലെ കഥകൾ നീളുന്നു. ഇതാ ഇങ്ങനൊരു സ്ഥലങ്ങൾ എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? ഇങ്ങനെ ഒരു സ്ഥലത്തൂടെയാണ് നമ്മുടെ മൈബോസിൽ ദിലീപേട്ടൻ മമതേനെയും കൊണ്ടിട്ട് ഇങ്ങനെ നടന്നു വരുന്നത്. വഴി മൊത്തം ചുറ്റിച്ചിട്ട് ഫസ്റ്റ് അവരിങ്ങനെ ഒരു സ്ഥലത്തൂടെ നടക്കണില്ല, ആ ബാഗും പിടിച്ചുകൊണ്ട്. അതുപോലെയുള്ള ഒരു കെട്ടിൻ്റെ പുറത്തു കൂടെയാണ് അവരിങ്ങനെ നടന്നു വരുന്നത്. പിന്നെ അതിൽ തന്നെയുള്ള ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു പാലം ഇതിലുണ്ട് കേട്ടോ. ഞാൻ കാണിക്കാം, മുന്നിൽ വരുന്നുണ്ട് വീഡിയോയിൽ. താറാവ് ഹാദി കണ്ടോ? അതാ പോണു വെള്ളത്തിൽ പോണു താറാവ്. മീൻ പിടിക്കാനാവുമ്പോ ആ ഏട്ടൻ പറയൂട്ടോ. അടക്ക ഒരു ഫോണൊക്കെ നീന്തി നീന്തി ആദി. നല്ല അടിപൊളി വയലാണ് അപ്പുറത്ത് കാണുന്നത് കേട്ടോ. ബസ് സ്റ്റോപ്പാണ്, അല്ല ബസ് സ്റ്റോപ്പ് ഇതിനെന്താ പറയാ, ജെട്ടി. ഞാൻ കണ്ടിട്ടെ ബസ് സ്റ്റോപ്പാണത് വീഡിയോ. അവന് പൊന്നെ ആദ്യം മീൻ പിടിക്കും. ഒന്ന് വെയിറ്റ് ചെയ്തൊക്കെ ഒന്ന് കണ്ടൂടെ? കണ്ടു മതിയായോ? ആ ആ ആ സൗണ്ട് സമയത്തല്ലേ മീൻ പിടിക്കാൻ. അപ്പോൾ ഇനി കാണുന്ന ഈ പാലാണ് നമ്മൾ സൗണ്ട് തോമയിലും അതുപോലെ തന്നെ മൈബോസിലൊക്കെ ആ പാട്ട് സീനിൽ ദിലീപേട്ടൻ മമതേനെയും കൊണ്ടിട്ട് അങ്ങനെ സൈക്കിളിൽ ഇങ്ങനെ വരുന്ന ഒരു സീനുണ്ടല്ലോ, ആ പാലാണ് ഈ പാലോട്ട്, ഈ കാണുന്ന പാലം. പിന്നെ അതുപോലെ തന്നെ ഈ സ്കൂൾ എന്ന് പറയുന്നത് സൗണ്ട് തോമയിലൊക്കെ തന്നെ നിങ്ങൾക്ക് കണ്ടിട്ട് പരിചയം ഉണ്ടാവും. അതാണ് ഈ ഒരു സ്കൂൾ എന്ന് പറയുന്നത്. സൗണ്ട് തോമയിലെ കല്യാണം നടക്കുന്ന ആ സംഭവം, ആ സ്കൂളാണിത്. ബോസൊക്കെ ആ സൈഡിലേക്കാണ്. നമുക്കിപ്പോൾ 3 മണിക്കൂർ ഷിക്കാര റൈഡാണ് അവർ തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ റൂമും ഈ ഒരു പാക്കേജിൽ ഉൾപ്പെടും. നമുക്ക് 2 റൂമും അതുപോലെ തന്നെ ഷിക്കാര റൈഡും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റുമാണ് ഒരു പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു പാക്കേജിൽ. അപ്പോൾ സംഭവം കൊള്ളാം. നമുക്കിങ്ങനെ കാമായിട്ടെല്ലാം മറന്ന് അങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റിയൊരു സംഭവമാണ്. പിന്നെ ഞങ്ങള് ചായ കുടിച്ചിട്ടില്ലല്ലോ വൈകുന്നേരം. അപ്പൊ ഇനി ചായ കുടിക്കാൻ വേണ്ടിട്ട് ഇവിടെ ഒരു ഷോപ്പ് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ അങ്ങനെ നിർത്തിയിരിക്കുകയാണ്, അത് അടുപ്പിച്ചോണ്ടിരിക്കുകയാണ്. ചായ കുടിക്കണ്ടേ? അപ്പൊ അവിടെ നിൽക്കുക, അവിടുന്ന് എന്തെങ്കിലും ചൂണ്ടലുണ്ടോ നോക്കട്ടെ, വാങ്ങിച്ചു തരാം. ഈ പറഞ്ഞ പോലെ മീനൊന്നും കിട്ടൂല കേട്ടോ, ചൂണ്ടലൊക്കെ കേട്ടോ. നമ്മളിവിടെ അങ്ങനെ അടുപ്പിച്ചു അല്ലേ, അടുപ്പിച്ച് നിർത്തി. ഇറങ്ങല്ലേ? ആ നമുക്ക് പോയോക്കാം. ചായ വേണമെങ്കിൽ കുറച്ചേരം. അങ്ങനെ നമ്മളവിടെ ചായ എടുക്കാൻ വേണ്ടിയിട്ട് കയറി. പക്ഷേ നമ്മുടെ അടുത്തൊരു പാളിച്ച പറ്റിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അങ്ങനെ പൊരിക്കടികളൊക്കെ കുറച്ച് കുറവാണ്. നമ്മുടെ നാട്ടിലിങ്ങനെ കിട്ടുന്ന പോലെ നമ്മളൊക്കെ അങ്ങനെ കഴിച്ച് ശീലമായതല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം അവിടെ കുറവാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നത് നമ്മൾ പോരുമ്പോൾ തന്നെ കൊണ്ടുവരായിരുന്നു നമുക്ക്. അത് നമ്മളെ അടുത്ത് ചെറിയൊരു ഫോൾട്ട് പറ്റിപ്പോയി. ഞങ്ങളാകെ പഴവും പിന്നെ കുറച്ച് ഓറഞ്ചും ഇവർക്ക് വിശക്കണി അങ്ങനെയാണ് കരുതിയത്. പക്ഷേ നമ്മളിങ്ങനെ എന്തെങ്കിലും സ്നാക്സ് ഐറ്റംസ് ഒക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് കഴിക്കാൻ ഇങ്ങനെ ഷിക്കാരയിലൊക്കെ റൈഡ് പോകുമ്പോൾ കഴിക്കാനൊക്കെ പറ്റിയിരുന്നു. അപ്പോൾ അത് മാത്രമാണ് ഒരു പ്രശ്നമായിട്ട് തോന്നിയത്. പിന്നെ അവിടെ ഉള്ളതിനൊക്കെ തന്നെ അത്യാവശ്യം റേറ്റ് ഉണ്ട്, ഈ ടൂറിസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ അവിടുന്ന് ചായയും അതുപോലെ ഹാദിക്കും നന്നുവിനും ഒക്കെ നൂഡിൽസ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ തന്നെ നൂഡിൽസ് നമുക്ക് ഉണ്ടാക്കി തന്നു. അപ്പോൾ അങ്ങനെ ചായയും
നൂഡിൽസാണ് അവർ ഓർഡർ ചെയ്തത്. പിന്നെ റവ കേക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ള അവിടെ കാര്യമായിട്ടുള്ളൂ. നമ്മളിവിടുത്തെ പോലെ അങ്ങനെ കട്ട്ലറ്റ്, സാൻഡ്വിച്ച്, ഉണ്ണിയപ്പം, നെയ്വ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും അറിയില്ല. അവിടെയാണ് ഞങ്ങൾക്ക് നിർത്തിയത്. ഏട്ടന് പരിചയമുള്ള ഭാഗത്താണ് ഞങ്ങൾക്ക് നിർത്തി തന്നത്. അപ്പോൾ എന്തായാലും ഹാദിക്ക് അവിടുന്ന് ഒരു ചൂണ്ടലും കിട്ടി. അവിടുത്തെ ഏട്ടനെ സെറ്റായി കൊടുത്തു. എന്തായാലും വലിയൊരു കാര്യമായി, എനിക്ക് സന്തോഷമായി. കുറേ സമയമായിട്ടോ വേറെ ഒന്നും എൻജോയ് ചെയ്യാനുണ്ടായിരുന്നില്ല, ഈ ഒരു ചൂണ്ടലിൻ്റെ കാര്യം പറഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെ വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു. ഇനി ഞങ്ങൾ കരിമീൻ പൊള്ളിച്ചതും അതുപോലെ പൊറോട്ട വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊറോട്ട ഞങ്ങൾ ഈ ഷോപ്പിൽ നിന്ന് തന്നെയാണ് വാങ്ങിയത്. ഇപ്പോൾ ഞങ്ങൾ കഴിക്കാൻ പോയ ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിയത്. പിന്നെ കരിമീൻ പൊള്ളിച്ചതാണ് ഞങ്ങൾ പറഞ്ഞത്, പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയത് പൊരിച്ചതാട്ടോ. അങ്ങനെ അപ്പോൾ അതും എന്താ പറയുക, ഇവിടെ ഈ വണ്ടിയിലുള്ള ശിക്കാരയിലുള്ള ഏട്ടൻ തന്നെയാണ് അതും അങ്ങനെ ഫ്രഷ് ആയിട്ട് എടുത്തിട്ട് പൊരിക്കണ ഏരിയ ഉണ്ട്, അവിടുന്ന് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഉമ്മ ഹാദിക്ക് ഇര ഓർത്ത് കൊടുക്കണം കേട്ടോ. എരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മീനുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ന്യൂഡിൽസാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്, മണ്ണിരേനെ പോലെ തന്നെ. പക്ഷേ അതൊന്നും നമ്മൾ കുളത്തിട്ട് നിൽക്കണമെന്നുണ്ടായിരുന്നില്ല, കട്ടില്ലാത്ത സാധനമല്ലേ. അപ്പോൾ അതെന്തായാലും അങ്ങനെ വെള്ളത്തിൽ പക്ഷെ കുളത്തിട്ടാൽ അതിങ്ങനെ പാറി പോവുകയെന്നല്ലാതെ വെള്ളത്തിൽ ഇറങ്ങണം കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഓൻ്റെ സമാധാനത്തിന് വേണ്ടി ഒന്ന് ചെയ്തു കൊടുത്തു. കുറച്ച് നേരം സ്വസ്ഥമായി വിചാരിച്ചു. പക്ഷെ പിന്നെ വെള്ളത്തിൽ തന്നെയായിരുന്നു അത് ഇടുക. പിന്നെ പേടിയാവും ഞങ്ങൾക്ക്, ഓനിങ്ങനെ നീച്ച് നിൽക്കണം, അടങ്ങി നിൽക്കണില്ല. അപ്പോൾ ഞങ്ങൾ കണ്ടില്ല, ഇതാണ് അവിടുത്തെ സൺസെറ്റ്. നമ്മൾ സൺസെറ്റിൻ്റെ അവിടെ എത്തുമ്പോഴത്തേക്കും പാടത്തിൻ്റെ അടുത്തെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ കുറച്ച് ലേറ്റായി, ചായയുടെയൊക്കെ കഴിഞ്ഞ് എത്തിയപ്പോഴത്തേക്കും. അതുകൊണ്ട് ഇങ്ങനെ ഈ ഒരു വീടിന് മുകളിൽ കൂടെയാണ് സൺസെറ്റ് കാണാനായിട്ട് പറ്റിയത്. ഇത് ഇപ്പോൾ എന്തായാലും നമ്മുടെ ദിലീപേട്ടൻ മമതേനെ വൈബോസിൽ കൊണ്ടുപോയ പോലെയായി സൺസെറ്റ് ചെയ്താലും. ആ ലൈസിൻ്റെ ഒരു പൊട്ടായ്മ കുളത്തിക്കളി. അതിപ്പോ വലിയ മീൻ അരയിൽ കുടുങ്ങിയതേല്, വലിയ മീനാ കുടുങ്ങിയത്. മുറുക്കി പിടിച്ചോ, വലിയ മീനൊക്കെ കൊത്തിയാലേ അതി മുറുക്കി പിടിച്ചോട്ടോ, ആ വടിയാണ് പോവും. താഴ്ത്തി പിടിച്ചോ, താഴ്ത്തി മേൽക്കായാലേ മേല് കൊളത്തും. ഏകദേശം ഇരുട്ടി തുടങ്ങി. ഓ, ഇവിടക്ക് അങ്ങോട്ട് ഒന്നും കാണാനില്ലല്ലോ. മുന്നേ കടലാണോ അത്? ആ കാണുന്നതോ? വേമ്പനാട്ടുകായലാണ്ടാ കാണുന്നേ, അതിന്റെ സംഘമാണ് തോന്നുന്നു. ആ കണ്ടോലെ മൂച്ചിമ്മത്തെ. ഇതാണ് നമ്മുടെ നൈറ്റിലെ ഇതിന്റെ വ്യൂ. അങ്ങനെ ഞങ്ങളുടെ കരിമീൻ ഓർഡർ ചെയ്തത് വാങ്ങണത് ഇവിടെ നിന്നാണ്. അപ്പോൾ ഈ ഒരു ഷോപ്പിലാണ് പുള്ളിക്കാരനത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ പുഞ്ചിരി എന്നാണ്, പുഞ്ചിരി ഫാമിലി റെസ്റ്റോറൻ്റാണത്. അപ്പോൾ പുഞ്ചിരിയിൽ നിന്നാണ് ഞങ്ങൾ കരിമീനും അതിലേക്കുള്ള ഫിഷ് കറിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നല്ല അയില മുളകിട്ടതും വലിയ 2 കരിമീൻ പൊള്ളിച്ചതുമാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങി വെച്ച് വീണ്ടും ഇങ്ങനെ യാത്ര തുടർന്നു. പിന്നെ ഇനിയിപ്പോൾ നൈറ്റിൽ രാത്രി ആയപ്പോഴേന്ന് ശരിക്കും പറഞ്ഞാൽ നല്ല സുഖം, നല്ല കാറ്റൊക്കെ ഇങ്ങനെ വന്ന് നമ്മൾ ആ ഒരു ക്ഷീണമൊക്കെ മറന്ന് ഇങ്ങനെ ഉറക്കം ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് എത്താനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രിയിലുള്ള ഹൗസ് ബോട്ടുകളൊക്കെ കാണാൻ തന്നെ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. കാരണം നമ്മളടുത്ത് കൂടെ അങ്ങനെ പല നിറത്തിലുള്ള ലൈറ്റൊക്കെ കത്തിച്ച് കുറേ ഹൗസ് ബോട്ടുകൾ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. രാത്രിയിലും യാത്ര ചെയ്യുന്ന ഹൗസ് ബോട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവിടുത്തെ ഒരു അമ്പലത്തിൻ്റെ വ്യൂ ആണ് കേട്ടോ. അവിടുത്തെ ഒരു അമ്പലത്തിൽ ഫുള്ള് ദീപങ്ങളൊക്കെ തെളിച്ച് വെച്ചിട്ട് ഇങ്ങനെ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു ആ ഒരു രാത്രിയിൽ ഇത് കാണാനായിട്ട്. എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. രാത്രിയിലത്തെ വ്യൂവും അതുപോലെ പകലത്തതും രണ്ടും കാണാൻ നല്ല നല്ല രസമുള്ളൊരു വ്യൂ തന്നെയാണ് രാത്രിയും പകലൊക്കെ നമ്മൾ പോകുമ്പോൾ കിട്ടുന്നത്. അങ്ങനെ നമ്മൾ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇതാ കരയോട് അടുപ്പിക്കാണ്. ബാക്ക് സൈഡ് കാണിച്ചു തരാം. നമ്മളെത്തി, നിങ്ങൾ മനസ്സിലായില്ല, എത്തിയല്ലോ ഇവിടെ നമ്മൾ പോയ ആ വഴി എത്തിയത്. അങ്ങോട്ട് നിരനിരയായി ഹൗസ് ബോട്ടുകൾ ഇങ്ങനെ നിർത്തിട്ടേക്ക്. ഇതൊക്കെ ഫുള്ള് ആൾട്ടാക്കിണ്ട് ഇവിടെ. ആണ് നമ്മളെ റിസോർട്ട് എത്തിയിട്ടുണ്ട്.
എന്നാ ശരി കേട്ടോ, നമ്മളെ വ്ളോഗിൽ വരും നിങ്ങള്. ശരി എന്നാ. അങ്ങനെയാണ് രാത്രി അല്ലേ. ഇപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് തുടങ്ങാണ്. കരിമീന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. നമ്മളിവിടെ വരുമ്പോഴെങ്കിലും കുറഞ്ഞ ഇതിൽ കഴിക്കാൻ, പക്ഷെ കരിമീൻ നല്ല റേറ്റ് ഉണ്ട്. അപ്പൊ നമ്മള് മീൻകറി, പൊറോട്ട, കരിമീൻ ഇതാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. കാണാം. അങ്ങനെ ഇതാണ് നമ്മുടെ അയിലക്കറി. നല്ല അടിപൊളി അയിലക്കറി തന്നെയായിരുന്നു കേട്ടോ. കറി സൂപ്പറായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, കരിമീൻ നമ്മൾ വിചാരിച്ച പോലെ ആയില്ല. എനിക്ക് വീട്ടിൽ നിന്ന് നിൽക്കുക പൊള്ളിച്ചൊക്കെ തരലുണ്ടായിരുന്നു. നമ്മളെ നാട്ടിലത്തെ ഫിലോപ്പിയോ ആ മീൻ എന്തോ എടുത്തിട്ട് ഇതുവരെ പൊരിച്ചാൽ തന്നില്ല. പക്ഷെ അത്യാവശ്യം വലിയ മീൻ തന്നെ ആയിരുന്നു അത് കേട്ടോ. എങ്ങനെയുണ്ട്? സൂപ്പർ. ഞങ്ങള് ഫുഡൊക്കെ അങ്ങനെ കഴിച്ചു തുടങ്ങി. കരിമീൻ പൊള്ളിച്ചത് ഞങ്ങൾ പറഞ്ഞതന്നെ, പക്ഷെ ഞങ്ങൾക്ക് പൊരിച്ച കരിമീനാണ് കിട്ടിയത്. അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഇത് 1/2 കിലോനല്ലേടാ പറഞ്ഞേ? 1/2 കിലോ അല്ലേ? 1/2 കിലോനെ 2 എണ്ണം ആക്കിയിട്ടോ 1 ആക്കിയിട്ടോ, ഒരു വലിയ 1 ഞങ്ങൾ 2 എണ്ണം ആക്കി. അത് കഴിക്ക്, ഫുള്ള് കഴിക്ക്. നമ്മുടെ ഫുള്ള് കഴിക്കണം എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെന്താ, പൊറോട്ട വലിയ ഗുണമൊന്നുമില്ല. നമ്മളെ നാട്ടിലത്തെ ചെറിയ പൊറോട്ടയാണ്. അപ്പോൾ നമുക്കങ്ങോട്ട് കറി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അയിലക്കറി സെറ്റാണ്. പക്ഷെ പൊറോട്ട നമ്മൾ വേറെ സ്ഥലത്തു നിന്നാണ് വാങ്ങിയത്. അങ്ങനെ ഇവര് ഫുഡ് ഓർഡർ ചെയ്ത് തരും. ഇവിടെ ഒരു കിച്ചണിനകത്തിൻ്റെ ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. പക്ഷെ നമുക്കങ്ങനെ കുഴപ്പമില്ല. നമ്മളെന്താ പറഞ്ഞു വെച്ചാൽ അത് ഒരു ഫുഡൊക്കെ ഒരു ഓർഡർ ചെയ്ത് തരും. പക്ഷേ നമ്മളിങ്ങനെ കരിമീൻ കിട്ടണം എന്നുള്ളതുകൊണ്ട് അങ്ങനെ പോയി അങ്ങനെയാണിത് ഓർഡർ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ രാവിലെ എന്തായാലും ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അപ്പോൾ അവർ ഫുഡ് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും DJൻ്റെ സെറ്റപ്പ് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരവിടെ DJൻ്റെ സെറ്റപ്പൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇവിടെ ക്യാമ്പ് ഫയർ അങ്ങനെ അധികം ചെയ്യാറില്ല. അപ്പോൾ വലിയ തീയൊന്നും അങ്ങനെ അവിടെ ഇടാനൊന്നും പറ്റില്ല. ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ തണുപ്പുണ്ടല്ലോ. പിന്നെ നമുക്കങ്ങനെ വലിയ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. വലിയ തണുപ്പൊന്നുമില്ല. പക്ഷെ രാത്രി നല്ലൊരു സുഖമുള്ളൊരു കാലാവസ്ഥയൊന്നും ഉണ്ടായിരുന്നത്. ഭയങ്കരമായിട്ടുള്ള തണുപ്പുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തീൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അവിടെ അടുത്തൊക്കെ ബോട്ടുകൾ നിർത്തിയിട്ടുള്ളത് കൊണ്ട് ക്യാമ്പ് ഫയർ വെക്കുക എന്നുള്ളത് കുറച്ച് റിസ്ക്കിയാണ് അവിടെ. അതുകൊണ്ടാണ് അത് ചെയ്യാത്തതെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പാട്ടും ഇതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കുട്ടികൾ ഡാൻസും ഇതൊക്കെ കളിച്ച് ആദ്യമൊക്കെ അവിടെ ഒരു കുട്ടീനെയും കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ താഴെ അടുത്തുള്ള റൂമിൽ ഒരു മഹാരാഷ്ട്രക്കാരായിരുന്നു. അവർ മുംബൈക്കാരായിരുന്നു. അവർ നമ്മളായിട്ട് കമ്പനിയൊക്കെ ആയി. അദ്ദേഹം നേവി ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സംസാരിച്ച് കമ്പനിയൊക്കെ. ഇപ്പോൾ ഈ കുട്ടീൻ്റെ പേര് ശിവ എന്നാണ്. അപ്പോൾ ഹാദിയും ശിവയൊക്കെ ഭയങ്കരമായിട്ട് ഡാൻസും ഇതൊക്കെ കളിച്ചിട്ട് അവർ നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയമൊക്കെ DJ ഇട്ടിട്ട് ഇങ്ങനെ ഇരുന്നു. പിന്നെ എല്ലാവർക്കും യാത്ര ചെയ്തു വന്നൊരു ക്ഷീണം ഉള്ളതുകൊണ്ട് എല്ലാവരും നമുക്ക് പെട്ടെന്ന് കിടക്കാമെന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ AC ഒക്കെ ഉള്ള നല്ല റൂം തന്നെയാണ്. അപ്പോൾ നമുക്ക് സുഖമായിട്ട് കിടത്തത്തിനൊന്നും ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. സാധാരണ ഇങ്ങനെ വെള്ളത്തിനെടുത്താകുമ്പോൾ ഞങ്ങൾക്ക് കൊതുക് കടി ഉണ്ടാവുമെന്ന് ഇങ്ങനെ ഭയന്നിരുന്നു. പക്ഷേ അതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. സംഭവം അതൊക്കെ തന്നെ നമുക്ക് ഭയങ്കര സൗകര്യപ്രദമായ രീതിയിൽ തന്നെയായിരുന്നു എല്ലാം ഉണ്ടായിരുന്നത്. ഇന്നത്തെ ക്യാമ്പ് ഫയറോട് കൂടെ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഒന്ന് നല്ല രസമായിരുന്നു. നമ്മുടെ ശിക്കാരാറയുടെയാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. അടിപൊളിയായിരുന്നു അല്ലേ? നന്നായിട്ട് എൻജോയ് ചെയ്തു. നല്ല കാറ്റും ഒക്കെ കൊണ്ട് ഇങ്ങനെ ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു അന്തരീക്ഷം, നല്ല ഫ്രീ ആയൊരു ടൈമായിരുന്നു അത്. എന്തായാലും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഇതിന് സെക്കൻഡ് പാർട്ടായിട്ട് വരാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ.